ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ നമ്മൾ ഇന്ന് എറണാകുളം പോവാണ്. സേച്ചിന് നമ്മൾ കടയിൽ നമുക്ക് സേട്ടൻ ഞാൻ എറണാകുളം പോയി. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ കുറവുകളും ആൻഡ് മിക്കതും വോയിസ് ഓവർ ആകാൻ ചാൻസ്. കാരണം എനിക്കൊരു ചമ്മലുണ്ട് ഇത്രയും ആൾക്കാർ മുമ്പ് ഇരുന്ന് വോയിസ് എടുക്കാനൊക്കെ. വന്നേക്കൊരു ഗെയിം കളിക്കാൻ. നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് ലുലു മാളാട്ടോ. നമ്മളിവിടെ മെയിൻലി വന്നേക്കുന്നത് ഗെയിം കളിക്കാനാണ്. ആൻഡ് നമുക്ക് ഓൾറെഡി അവിടുത്തെ ലുലുവിൻ്റെ ഗെയിം കാർഡൊക്കെ ഉണ്ട് കേട്ടോ. സോ നമുക്കതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, ബാലൻസ് എന്തോരമുണ്ട്, ഇനി അപ്ഡേറ്റ് ചെയ്യണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ആൻഡ് നമ്മൾ ഫസ്റ്റ് കളിക്കാൻ പറ്റുന്ന ബൗളിംഗ് ഗെയിം ആട്ടോ. സോ ബൗളിംഗ് ഗെയിം കളിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സോക്സ് കൊണ്ടുപോകണം. കാരണം നമ്മളല്ലെങ്കിൽ എക്സ്ട്രാ പേ ചെയ്ത് സോക്സ് വാങ്ങിക്കേണ്ടി വരും. ആൻഡ് ഈ ഗെയിം സാധാരണ ഞാനും ചേച്ചിയും ചേട്ടനും കൂടെ പോകുമ്പോഴത്തേക്കും ചേച്ചിയാണ് മെയിൻലി തോക്കാറ്. കുറേ നാൾക്ക് ശേഷം കളിക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. കാരണം ആ ട്രാക്ക് കിട്ടാനൊക്കെ എനിക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. ഫസ്റ്റ് കളിച്ചപ്പോൾ എൻ്റെ ഫുള്ള് സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ബട്ട് പകുതി ആയപ്പോഴത്തേക്കും ഞാൻ ആ ട്രാക്കിലേക്ക് വന്നു. ആൻഡ് ഈ ഗെയിം കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര റിലീഫ് കിട്ടാണ്. കാരണം നമുക്ക് മനസ്സിനൊരു സുഖമില്ലെങ്കിൽ ഈ ഗെയിം കളിച്ച് കഴിയുമ്പോൾ മനസ്സിനൊരു സുഖം തോന്നും. ആൻഡ് നമ്മൾ ഗ്രൂപ്പായിട്ട് വരണമെങ്കിൽ കുറച്ചും കൂടെ ഫണ്ണായിരിക്കും കേട്ടോ. കാരണം കുറേ ആൾക്കാരുണ്ട്, ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് വരും, ഫണ്ണായിരിക്കും. പണ്ടൊക്കെ ഞാൻ പേരൻറ്സായിട്ട് ലുലു മാളിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നു, ഈ ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ. ബട്ട് ഇപ്പം ഞാൻ അത് ഓർക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ. കാരണം എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, ഡ്രീം ഗോൾ ചെയ്യാൻ പറ്റിയെന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് ചെറിയ കാര്യമായിരിക്കും. ഞാൻ തോറ്റുപോയി ഗൈസ്, തോക്കാനുള്ള ജന്മം. ലുലുവിനെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ലുലുവിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പുറം ലോകമായി യാതൊരു ബന്ധമില്ല. ലൈക്ക് പുറത്ത് വെയിലാണോ മഴയാണോ രാത്രിയായോ എന്നൊന്നും അറിയില്ല, ടൈം നോക്കുന്നില്ല. ഐ തിങ്ക് എല്ലാവരും ലുലുവിൻ്റെ അകത്ത് കയറിയാൽ അവിടുത്തെ അറ്റ്മോസ്ഫിയറായിട്ട് ലയിച്ച് പോവുകയാണ്. ബിക്കോസ് മെനി ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് ഫൺ ഗെയിംസ്, ആക്ടിവിറ്റീസ്, ഫുഡ്, ഷോപ്പിംഗ്. ആൻഡ് ഇപ്പോൾ ഫുട്ബോളിൻ്റെ മാച്ച് നടക്കുന്നത് കൊണ്ട് ഫുൾ ഡെക്കർ ചെയ്തേക്കുന്ന ഫുട്ബോളിൻ്റെ തീമിലാണ് കേട്ടോ. ആൻഡ് ഈ ഒരു ഗെയിം എല്ലാവരും പറയാണ്ട് ഭയങ്കര ടഫാണ്, കിട്ടാൻ പ്രയാസമാണ്. സോ ഞാൻ വലിയ കോൺസെൻട്രേഷൻ ഒന്നും കൊടുത്തില്ല ഗൈസ്. ബട്ട് എനിക്ക് എന്തോ ഭാഗ്യശാൽ കിട്ടി ഗൈസ്, കിട്ടി. അതെനിക്ക് വല്ലാത്തൊരു സർപ്രൈസ് മൊമെൻ്റ് ആയിരുന്നു, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്നൊക്കെ പറയില്ലേ, അത് കിട്ടിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ്, എന്തോ എന്തോ വലിയ സംഭവം കിട്ടിയ പോലെയായിരുന്നു കേട്ടോ. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റ് ആയിരുന്നു ഇത്. പിന്നെ ആ ഹാപ്പിനെസ് നിങ്ങളെ അറിയിക്കില്ല. സോ അത് ഞാൻ അതിൻ്റെ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് കളിക്കുന്നു. പിന്നെ ലുലു പോയ കുറേ ഗെയിംസ് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. സോ ഞാൻ കുറേ ഗെയിംസ് ട്രൈ ചെയ്തു, അതിൽ കുറേ എണ്ണം ജയിച്ചു, കുറേ എണ്ണം തോറ്റു. ആൻഡ് ജസ്റ്റ് ഫോർ എ ഫൺ ആക്ടിവിറ്റി എന്ന് ഓർത്ത് ഞാൻ എല്ലാം കളിച്ചിട്ടോ. then നമ്മൾ പോയത് ഷോപ്പിംഗ് ആയിരുന്നു. ബട്ട് എനിക്കെന്തോ ഷോപ്പിംഗ് ചെയ്യാൻ തോന്നിയില്ല, കാരണം എന്തോ എനിക്കൊരു മൂഡില്ലായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പോയത് കോൾഡ് സ്റ്റോൺ ഷോപ്പിലാട്ടോ. ആൻഡ് ഇവിടുത്തെ ഐസ്ക്രീമിനെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തത് അധികം മധുരവും ഇല്ല, ബട്ട് ടേസ്റ്റ് വൈസും ഓക്കെയാണ്. കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. സോ നമുക്കിഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് തരുമായിരുന്നു. അത് നമുക്ക് ടോപ്പിങ്സിലിടാൻ വേണ്ടി കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മളെടുത്തത് ഐ തിങ്ക് ഒരു സ്ട്രോബെറി ക്രീമി സംതിങ് ഐസ്ക്രീം കേട്ടോ. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ദെൻ നമ്മൾ അവിടുന്ന് പോയത് ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റായിരുന്നു. നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കേണ്ടോ. സോ നമ്മൾ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോവുകയാണ്, ലുലുവിൽ ഇറങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, നമ്മൾ അകത്തിരുന്നാൽ ഒന്നും അറിയുന്നില്ലല്ലോ, അതുപോലെ തന്നെ സംഭവിച്ചേക്കണേ. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അത് നമ്മൾ ഇനി അടുത്ത് പോണത് നെക്സ്റ്റ് സ്പോട്ടായ റോസ് ടൗണിലേക്കാട്ടോ. ആൻഡ് റോസ് ടൗൺ എൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസുമാണ്. കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, റോസ് ടൗണിൽ പോകണോ അതോ ബാർബിക്യൂ നേഷനിൽ പോകണോ. നമ്മൾ ടോസ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് റോസ് ടൗൺ ആണ് കേട്ടോ. അത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഗുഡ് ഫുഡ്, ഗുഡ് ആംബിയൻസ്, ഓവറോൾ ഒരു സൂപ്പർബ് വൈബ് എന്ന് പറയാം. ഞങ്ങൾ ചെന്നപ്പോൾ വലിയ റഷ് ഒന്നുമില്ലായിരുന്നു, കാരണം 3 o'clock ആയിരുന്നു. നമുക്ക് ഡിഫറെൻറ്റ് കൺട്രീസിലെ ഫുഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. സോ ടേസ്റ്റ് വൈസ് ആണെങ്കിലും പ്രസൻറ്റേഷൻ ആണെങ്കിലും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഓർഡർ ആക്കിയത് ചൈനീസ് സൂപ്പ്, ചിക്കൻ കബാബ് ആൻഡ് ബീഫ് റിബ്സ് ആയിരുന്നു. ഇതിൻ്റെയൊക്കെ ഒറിജിൻ ടർക്കി, മൊറോക്കോ, ചൈന എന്നീ സ്ഥലത്തൊക്കെയാണ്. നിങ്ങൾ ജാപ്പനീസ് ആയിക്കോട്ടെ, അമേരിക്ക, വിയറ്റ്നാം, അങ്ങനെ എല്ലാത്തരം ഫുഡ്സ് അവൈലബിൾ ആണ്. ബീഫ് റിബ്സ് ആണെങ്കിൽ ഒരു രക്ഷയുമില്ല. നമ്മൾ ഡെസേർട്ടായിട്ട് ഒരു പേസ്ട്രി ആണ് ഓർഡർ ആക്കിയത്, ഒരു ഓവർലോഡഡ് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. ഞാനൊരു ചോക്ലേറ്റ് ലവർ അല്ലെങ്കിലും ഐ ലൈക്ക് ഇറ്റ്. സോ ഫുള്ള് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ മടുത്തായിരുന്നു. കാരണം നമ്മൾ കുറേ ഫുഡ് കഴിച്ചു, ആൻഡ് അവസാനത്തെ ഡെസേർട്ടും കൂടെ ആയപ്പോൾ എൻ്റെ വയറ് ഫുള്ളായിരുന്നു. ഒരു മത്ത് പിടിച്ച അവസ്ഥയിലേക്ക് കാണുന്നത്, എൻ്റെ കിളി പോയി എന്ന് പറയാം. പിന്നെ നമ്മൾ അടുത്ത് റേറ്റിംഗ് നോക്കുമായിരുന്നു. സോ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ്, ഡെസേർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഫുഡ് വൈസ് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ എത്ര കൊടുക്കും?
7.5 കൊടുക്കുന്നതാണ്. ഞാനാണെങ്കിൽ ബീഫ് റിബ്സ് ആണെങ്കിൽ 10 ഔട്ട് ഓഫ് 10. റിബിന് എത്ര കൊടുക്കുന്നത്? 10 ഔട്ട് ഓഫ് 10 കൊടുക്കും. സൂപ്പിനാണെങ്കിലോ 6.5, ഞാനൊരു 7.5 കൊടുക്കും. പിന്നെയുള്ള ചിക്കൻ കബാബ്, അതിന് ഞാൻ 8.5 ഞാൻ കൊടുക്കും. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. നമ്മൾ റോസ്റ്റോണിന് ഇറങ്ങി തിരിച്ച് നമ്മളൊരു ഹിഡൻ പ്ലേസിൽ പോവുകയാണ്. ഹിഡൻ സ്പോട്ട് എന്ന് പറയാൻ കാരണം ഇത് നമ്മുടെ ഗ്രാൻഡ് മാളിൻ്റെ അകത്ത് 3rd ഫ്ലോർ ഷോപ്പാണ്, ഹോം സെൻറ്റർ എന്ന് പറഞ്ഞത്. ആൻഡ് ഐ തിങ്ക് ഇവിടെ നമുക്ക് റീച്ച് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ലിഫ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ, എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് സ്റ്റെയർ ഉപയോഗിക്കുവാണെങ്കിൽ ഐ തിങ്ക് വി കാൺ റീച്ച് ദ. നമുക്കൊരു പുതിയ വീട് പണിയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡെക്കോർ ചെയ്യാം, അതിന് വേണ്ടി സാധനങ്ങൾ എല്ലാം ഇവിടെ അവൈലബിൾ ആട്ടോ. എല്ലാം ഒരു യൂണിക് സ്റ്റൈലുള്ള ഐറ്റംസുമാണ്. സോ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു, കാരണം എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എന്താ പർച്ചേസ് ചെയ്യേണ്ടതെന്നൊന്നും. സോ ഞാൻ ടോട്ടലി ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു. സോ എനിക്ക് കൈ കിട്ടിയ കുറച്ച് ഐറ്റംസ് ഞാൻ പിക്ക് ചെയ്തിട്ട് ബില്ല് ചെയ്യുമായിരുന്നു. സോ നെക്സ്റ്റ് ടൈം ഞാൻ ഒരു പ്ലാൻ ചെയ്ത് വന്നേക്കാം എന്നോർത്താണ് ഇരിക്കുന്നത്. എന്നാൽ നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങുകയായിരുന്നു. കുറച്ച് സ്പോട്ടും കൂടെ എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു, ബട്ട് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും പോയില്ല. ആൻഡ് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ ആ ഒരു സ്പോട്ടൊക്കെ കവർ ചെയ്യും എന്നോർത്തിരിക്കുന്നത്. സോ ഫൈനലി നമ്മൾ വീട്ടിലെത്തി. കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക്, ഷെയർ, കമൻറ്റ്. ബൈ.